മറ്റൊരു അല്ലാഹുവാണ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിശ്വസിക്കുന്നവൻ, ഇവൻ എങ്ങനെ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്താകും? ഇവനെ എങ്ങനെയാണ് അഹ്ലുൽ ഖുറയിൽപ്പെട്ടവനാവുക? എങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകളെ തുറന്ന് നമസ്കരിക്കാൻ പറ്റുക? എങ്ങനെയാണ് അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിക്കാൻ സാധിക്കുക? ഇനി മാത്രമല്ല, ഈ ആളുകളുടെ വിശ്വാസം പരിശോധിച്ചാൽ അവർ തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. എന്താണ്? ജീലാനിയെ കുറിച്ച് ഒരാൾ, അയാൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കട്ടെ, നേരത്തെ പറഞ്ഞ മൊയ്നിമാലിന്റെ കഥയാണ്. ഇനി അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് പോലെ ഇവിടെ കെ ബി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ, നേരത്തെ പറഞ്ഞ പാറന്നൂർക്കാരനല്ല, ഇത് പന്താവൂർ, KBM പന്താവൂർ എന്നറിയപ്പെട്ട കുറേ പുസ്തകങ്ങൾ എഴുതിയതാണ്. സമസ്തന്റെ ഷിർക്കൻ വിശ്വാസങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് KBM പന്താവൂർ എന്നറിയപ്പെടുന്ന KB മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ എഴുതിയ വേറെ ഒരു വാചകമാണ്. എന്താണ്? അതായത് ഞാനും നീയും അവനും ഒന്നും വെവ്വേറെയല്ല, ഏകനായ ഉണ്മയുടെ അനേകത്വ നിഴൽ മാത്രമാണവ. ഇതുതന്നെയാണ് നാം ചൊല്ലാറുള്ള റിഫായി റാത്തീബിലെ താഴെ പറയുന്ന ദിക്റുകളുടെ ആശയം. എന്ന് പറഞ്ഞാൽ ഞാനും നീയും എന്ന രണ്ടെണ്ണമില്ല, സൃഷ്ടാവും സൃഷ്ടിയും എന്ന രണ്ടെണ്ണമില്ല, സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാകുന്നു. ഇത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസമാണ്, അദ്വൈതവാദം. അതായത് തുരുമ്പിലും കല്ലിലും മരത്തിലും കാഞ്ഞിരക്കുറ്റിയിലും എല്ലാത്തിലും ദൈവത്തിന്റെ അംശമുണ്ട് എന്ന് പറയുന്ന അദ്വൈതം. രണ്ടെണ്ണം എന്നൊന്നില്ല, എല്ലാം ഒന്നാണ്. സൃഷ്ടിയും